നമ്മൾ സ്വർണം മേടിച്ച് കഴുത്തിലും കാതിലും മൂക്കിലും ചെവിയിലും ഒക്കെ അരഞ്ഞാണാണെങ്കിലും പദസരാണെങ്കിലും ഇടുന്നതല്ലേ നമുക്കറിയുള്ളൂ. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അത് ഉണ്ടാക്കുന്നത് വേറെ ഒരു രീതിയിലാണെങ്കിൽ പോലും അതിലൊരു ഡിസൈൻ വരുത്തുന്നത് നമുക്കത് ഇവിടെ കാണാൻ പറ്റും. ഭയങ്കര അധികം ശ്രദ്ധയോട് കൂടിയിട്ട് ഭയങ്കര അധികം ഭംഗിയോട് കൂടിയിട്ടാണ് അത് ചെയ്തുകൊണ്ട് വരുന്നത്. ഒരു നെക്ലസ്സിലാണ് അത് ചെയ്യുന്നത്. നമ്മൾ കടയിൽ പോയി കഴിഞ്ഞാൽ ആ ഡിസൈൻ ഉണ്ടോ, ഈ ഡിസൈൻ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ. പക്ഷേ എങ്ങനെയാണ് ആ ഡിസൈൻ ഉണ്ടാവുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ആലോചിച്ചപ്പോൾ ഇത് ഈ ഇങ്ങനൊരു വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് സ്വർണ്ണ മാലകളൊക്കെ ഇട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി എങ്ങനെയാണെന്ന് മനസ്സിലാവുമെന്ന് വിചാരിച്ചു. അപ്പം അടുത്ത വീഡിയോയിൽ ഒരു സൂപ്പർ സ്വർണ്ണ മാല ഇട്ടിട്ട് ഇത് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ആൾക്കാർക്ക് മനസ്സിലാവും, കുറച്ചും കൂടി അട്രാക്റ്റീവ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ സ്വർണ്ണത്തിൽ കുറേ ഡിസൈനുള്ള മാലകളാകുമ്പോൾ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവുമെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, ജസ്റ്റ് എൻ്റെ സംസാരിക്കുമ്പോൾ ഇപ്പോൾ തോന്നിയൊരു ബുദ്ധിയാണ്. ചിലപ്പോൾ മണ്ടത്തരായിരിക്കാം, അറിയില്ല. എന്തായാലും ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.